പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു ദിവസമാകട്ടെ ഏവർക്കും. നമ്മൾ പ്രഭാതം എങ്ങനെ തുടങ്ങുന്നു അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ ക്രമീകരണം നടക്കുന്നത്. ഉദാഹരണത്തിന് രാവിലെ 3 മണിക്ക് എഴുന്നേക്കുന്ന അല്ലെങ്കിൽ 4:30 എഴുന്നേക്കുന്ന ഒരാളാണ് താങ്കളെന്ന് ചിന്തിക്കുക. സ്ഥിരമായിട്ട് എഴുന്നേക്കുന്നതാണ്. ഈ സമയത്ത് എഴുന്നേൽക്കുകയും നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ അന്നത്തെ ദിവസം വലിയ ടെൻഷൻ ഇല്ലാതെ തീരും. എന്നാൽ അന്നത്തെ ദിവസം 4:30 എഴുന്നേറ്റാലേ ഇന്ന സ്ഥലത്ത് എത്താൻ സാധിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി അല്പം കൂടെ വൈകി 5-നാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നത്തെ ജീവിതത്തിൻ്റെ സകല ക്രമങ്ങളും താളം തെറ്റാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം തന്നെ സമയക്ലിപ്തത ഉണ്ടാകുക ജീവിതത്തിൽ. ഇനി രണ്ടാമത്തെ കാര്യം, അലാറം വെക്കാതെ ഉണരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയുടെ ഒരു പടി എപ്പോഴും കടന്നിരിക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന്, എനിക്ക് പ്രഭാതത്തിൽ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കണം എന്ന് തോന്നിയാൽ അതെന്നെ വിളിച്ചുണർത്താൻ ആരുമില്ല, അലാറവുമില്ല. പക്ഷേ കൃത്യം 3 മണിക്ക് ഞാൻ ഉണരുന്നു എങ്കിൽ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പടിയിൽ ഞാൻ എത്തിച്ചേർന്നു എന്നതാണ് സത്യം. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ ഒരു പരിപാടിക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ക്ഷണിക്കുകയോ ഒക്കെ ചെയ്താൽ ആ മുഹൂർത്തം വളരെ കൃത്യമായി സൂക്ഷിക്കും, അല്ലെങ്കിൽ ആ സമയം കൃത്യമായി സൂക്ഷിക്കും. 5 എന്ന് പറഞ്ഞാൽ 5 മണിയായിരിക്കും. 4:59 അല്ല, 5:01 അല്ല, കൃത്യം 5-ന് ആ വ്യക്തിയുടെ കാണും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ താളക്രമം ക്രമീകരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കുക: സമയം സൂക്ഷിക്കുക. സമയം സൂക്ഷിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും നഷ്ടപ്പെടാത്ത മനുഷ്യനായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അടുക്കും ചിട്ടയും സൂക്ഷിക്കണമെങ്കിൽ 2 കാര്യങ്ങളെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഒന്ന്, മനസ്സിനെയും ശരീരത്തെയും. മനസ്സും ശരീരവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാഷിലാണ്. ഉദാഹരണത്തിന്, രാവിലെ കിടന്നുറങ്ങണം, നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങണമെന്നുള്ള മനസ്സിനല്ല ആഗ്രഹം, ശരീരത്തിനാണ്. മനസ്സിന് ആഗ്രഹമുണ്ട് 4:30 എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി അല്പ ധ്യാനമൊക്കെ നടത്തി പ്രാണായാമമൊക്കെ നടത്തി പോകണമെന്ന്. പക്ഷെ ശരീരം പറയും കിടന്നുകൊള്ളാൻ പറയും. എന്നാൽ ഈ മനസ്സിനെയും ശരീരത്തെയും ഒരു സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. കല്യാണത്തിന് ചില ഹോളിലേക്കൊക്കെ ഇടിച്ച് കയറുന്നത് മനസ്സല്ല, ശരീരമാണ്. ഒരുമിച്ച് വച്ചിരിക്കുന്ന ഭക്ഷണം, ബുഫേ സിസ്റ്റം വലിച്ചു വാരി എടുക്കുന്നത് മനസ്സല്ല, ശരീരമാണ്. മനസ്സ് വരെ നാണക്കേട, എടുക്കല്ലേ, ഇങ്ങനെയൊക്കെ വലിച്ചു വാരി എടുക്കല്ലേ. പക്ഷെ ശരീരം അതിനുവേണ്ടി ക്രൈവ് ചെയ്യും. ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പോകുന്നത് വഴി അതിന് ആ വ്യക്തിയോടുള്ള വേണ്ടാത്ത രീതിയിലുള്ള അട്രാക്ഷൻസ് ശരീരം പെട്ടെന്ന് കൊണ്ടുവരും. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിർത്തുകയാണ് ഇന്നത്തെ ദിവസം. നന്മയുടെ നല്ല ദിവസമാകാൻ ആദ്യം തന്നെ പ്രഭാതത്തിൽ എപ്പോൾ ഉണരണമെന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നോ അലാറമില്ലാതെ ഉണരാൻ ശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുക. ഞാൻ അർജുനൻ ഗാണ്ഡീവം എടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പക്ഷിയുടെ കണ്ണിലാണ് അമ്പെയ്യേണ്ടുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, എന്ത് കാണുന്നു? ആദ്യം എടുത്ത് ഗാണ്ഡീവം എടുത്തവരൊക്കെ, വില്ലെടുത്തവരൊക്കെ പറഞ്ഞു ഇല കാണുന്നു, മരം കാണുന്നു, പക്ഷിയെ കാണുന്നു, എല്ലാം പറഞ്ഞു. പക്ഷെ അർജുനൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം. നല്ല ദിവസത്തിൽ നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ജോൺസൺ കരൂർ.